ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഞാനൊരു പെണ്ണായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രതികരിക്കുന്നത്. കാരണം ഓരോ കുടുംബത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. കല്യാണം കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക. എന്നാൽ കല്യാണത്തിന് മുന്നേ അവളുടേതായ രീതിയിൽ അവൾ ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവൾ പോകുന്നു, സന്തോഷമാണെങ്കിൽ സങ്കടമാണെങ്കിൽ അത് വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബന്ധം മാറിക്കഴിഞ്ഞു. കാരണം അച്ഛൻ്റെയും അമ്മൻ്റെയും രക്തമല്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു. അതുപോലെ നമുക്ക് മുന്നും പിന്നും അറിയാത്തൊരു ഫാമിലിയുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ മരിക്കുന്നത് വരെ. അങ്ങനെ നമ്മളെ പറിച്ചു നടുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു ചെടി തന്നെയാണ് നമ്മൾ. പക്ഷേ ആ ചെടിയെ വളരാൻ സമ്മതിക്കാത്തതും അവളുടെ സംരക്ഷകനായി വരുന്ന അവളുടെ ഭർത്താവ് തന്നെ ആകുമ്പോൾ വല്ലാത്തൊരു വേദന തന്നെയാണ് നമ്മുടെ വീട്ടുകാർക്ക്, അല്ലേ? നമ്മുടെ വീട്ടുകാർ നമ്മളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ അവൾ നന്നായി ജീവിക്കട്ടെ, അവൾക്കൊരു ആൺതുണ വേണം, അവൾക്കൊരു കുട്ടികൾ വേണം, അവളുടെ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും സുരക്ഷിതരായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കൊരു കല്യാണം തന്നെ കഴിച്ചു തരുന്നത്. എന്നാൽ കല്യാണം കഴിച്ച് കഴിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? അവർക്ക് സ്ത്രീധനം പോരാ, സ്വത്ത് പോരാ, മുതൽ പോരാ, എല്ലാം ഒന്ന് തന്നെ. സ്ത്രീധനം പോരാ, ഭംഗി പോരാ, മുടി പോരാ, മൂക്ക് അങ്ങനെയാണ്, കണ്ണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറ്റങ്ങളില്ല. കല്യാണം കഴിഞ്ഞൊന്ന് പ്രസവിച്ചു കഴിഞ്ഞാലോ ആരുടെ മുന്നിലും പ്രദർശിപ്പിക്കാൻ പറ്റില്ല. കാരണം പെണ്ണ് തടിച്ചു, പെണ്ണിൻ്റെ ശരീര അവയവങ്ങൾ ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കല്യാണം കഴിച്ച പെണ്ണിനെ ഒന്നും പോരാണ്ടായി, പെണ്ണൊന്നിനും പോരാണ്ടായി. എന്നാൽ പ്രസവിച്ചുകൊണ്ട് ഒരു അമ്മയായതുകൊണ്ടാണ് അവളുടെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് ഒരു ആണത് മനസ്സിലാക്കുന്നില്ല. ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരു പെണ്ണും ഒരാണും ഉണ്ടെങ്കിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ തലമുറകൾ ഉണ്ടാവുന്നത്. പക്ഷേ ആണിനും പെണ്ണിനും ഒരുപോലെ അവകാശം വേണമെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് പേര് ഇവിടെ വെക്കുന്ന ഫോട്ടോസിൽ ചിരിച്ച് കണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇപ്പുറത്തുള്ള ആൾ മരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ആളുകളൊന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. കാരണം നല്ല സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് കാല് വെച്ച ആളുകളാണ് അവരിന്ന് ജീവിച്ചിരിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറയോ? ഭർത്താക്കന്മാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം ഭർത്താക്കന്മാർ കല്യാണം കഴിയുമ്പോഴാണ് അവർക്ക് ഭാര്യമാർ പോരാ എന്ന് തോന്നുന്നതും, അവർ സ്വർണം പോരാ, അവർ രാത്രിയിൽ കിടക്ക പങ്കിടാൻ പോരാ, ഇങ്ങനെയൊക്കെ തോന്നുന്നത് കല്യാണം കഴിയുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ടുള്ള അഫെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ചിലപ്പോൾ കുടി കൂടും, ചിലപ്പോൾ പെണ്ണുങ്ങളെ തമ്മിൽ തല്ലും, ആ പെണ്ണുങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു അടിമകളെ പോലെ വളർത്തുക, അവരെ തല്ലുക, ദേഷ്യം വരുമ്പോൾ തല്ലുക, തെറി വിളിക്കുക. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളോടാണ് ഈ ആണുങ്ങൾക്ക് ഹരം. അത് ചെയ്യാനാണ് ആണുങ്ങൾക്ക് ഹരം എന്ന് പറയുന്നത്. ഇപ്പം ഇന്നലെ കുറച്ച് ദിവസം മുന്നേ നിങ്ങളെല്ലാവരും വിഭജികൻ്റെ കാര്യം കേട്ടു. ഇപ്പം ഇന്നലെ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ഇതേ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ആ കുട്ടീൻ്റെ ഫോട്ടോ. ഈ അതുല്യനെ നിങ്ങൾ കണ്ടോ? ഭർത്താവിൻ്റെ കൂടെ എത്ര ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ടാണ് അവൾ ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ എത്രമാത്രം വിങ്ങുന്നുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അവളുടെ എല്ലാ കാര്യങ്ങളും അവളുടെ വീട്ടുകാർക്ക് അറിയാം. എന്നിട്ട് പോലും അവൾ ഇപ്പം ബഹ്റിനിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വല്ലാത്ത കുടിയ പീഡനങ്ങളാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് ഭർത്താവിൽ നിന്നും. പക്ഷേ ഭർത്താവിൽ നിന്നും ഒഴിവാകാനായിട്ട് ഇവൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. എനിക്കിനി ജീവിക്കണ്ട, നിങ്ങളുടെ കൂടെ എനിക്കിനി ജീവിക്കണ്ട, ഞാൻ പോവുകയാണെന്ന് വരെ പറഞ്ഞ് വീട്ടിൽ പോയി ഇരുന്നിട്ടടക്കം ഇവൻ കയ്യും കാലും പിടിച്ച് കരഞ്ഞ് സോപ്പിട്ട് ഡിവോഴ്സിൻ്റെ അറ്റം വരെ എത്തിയതാണ്. എന്നിട്ടടക്കം ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവൻ്റെ ലീലാവിലാസങ്ങളൊക്കെ കാണുകയും വേണം. എന്നിട്ട് ഇവളെ ഒരു സൈക്കോ പോലെ തല്ലി ചതയ്ക്കുകയും വേണം. അവസാനം ഗതികേട് കൊണ്ട് തന്നെയാണ് അതുല്യ ജീവൻ ഒടുക്കിയത്. ഇതുപോലെ എത്ര അതുല്യന്മാരുണ്ടാവുമെന്ന് അറിയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതുപോലെ എത്ര അതുല്യന്മാരെ മനസ്സിലുള്ള വിഷമങ്ങൾ പുറത്ത് പറയാതെ ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഇനിയും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും മരണത്തിന് കീഴടങ്ങരുത്. മക്കളെ ഓർത്തെങ്കിലും മരണത്തിന് കീഴടങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുക. എന്നിട്ട് വീട്ടുകാരുമായിട്ട് കാര്യങ്ങൾ പറയുക. സ്റ്റേഷനിൽ ഒരു മുൻകൂറായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല, എനിക്ക് ഇയാളുമായി തുടർന്ന് പോകാൻ കഴിയില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുക. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇതുപോലെ വെള്ള പുതച്ചിട്ട് എന്താ പറയുക, സ്വന്തം മക്കളുടെയും അതുപോലെ മാതാപിതാക്കളുടെയും മുന്നിൽ ഇങ്ങനെ കിടക്കേണ്ടവരും ജീവനില്ലാതെ ഒരു
ഇതുപോലെ വെള്ള തുണി ഉടുത്തുകൊണ്ട് കിടക്കേണ്ടി വരും നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മൻ്റെയും മുന്നിൽ. ഇത് കാണാനാണോ നമ്മളിങ്ങനെ വെള്ള പുതിച്ച് കാണാനാണോ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ വളർത്തി വലുതാക്കുന്നത്? ഇങ്ങനെ വെള്ള പുതച്ച് അല്ലെങ്കിൽ ഒരു പിടി ചാരമാവാനാണോ നമ്മളെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കി നമ്മളെ പഠിപ്പിച്ച് നമുക്കൊരു ലൈഫ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്? ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ മുൻകൂറായിട്ട് നമ്മൾ പറയുക, എനിക്ക് താല്പര്യമില്ല, ആ ഒരു സ്റ്റാൻഡിൽ നിർത്തുക. പക്ഷെ ഭർത്താക്കന്മാരുടെ പൂങ്കണ്ണീര് കണ്ടിട്ട് മനസ്സലിയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടോ. അതുകൊണ്ടാണ് അവർക്ക് മുഖത്തടിച്ച പോലെ പറയാൻ പറ്റാണ്ടാവുന്നത്, ഒരുപാട് സഹിച്ചിട്ടിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് സഹിച്ചിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട്. പെൺകുട്ടിയാണ്, നിനക്ക് പെൺകുട്ടിയല്ലേ, നീ ഒതുങ്ങിയിരിക്കി, നീ അങ്ങനെ ഭർത്താവിനെ വിട്ട് പോകണ്ട, അവളുടെ ഭാവി എന്തായിരിക്കും എന്ന് വിചാരിക്കുന്നിടത്തോളമാണ് നമ്മൾക്ക് മരണം ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുന്നുണ്ടാവുക. ഒരു നിമിഷം മാറി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂടോ നമുക്കൊക്കെ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സാത്താൻ്റെ പിടിയിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെടണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ആരെങ്കിലും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ ക്രൂര പീഡനങ്ങൾക്കെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ സഹിച്ച് കഴിയുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായും പുറത്ത് വന്നുകൊണ്ട് തൻ്റെ ഇടത്തോടെ പറയും, എനിക്ക് നീയുമായി ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മേലൊരു കേസ് കൊടുക്ക്. അവൻ എന്താ ചെയ്യുന്നത് വെച്ച് ചെയ്യട്ടെ. പക്ഷേ പിന്നീട് അവൻ ഭീഷണിപ്പെടുത്താം, നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല, നീ എവിടെ ജോലിക്ക് പോയാലും അവിടെ ഞാൻ വന്ന് നിൻ്റെ ജോലി കളയും, അങ്ങനെയൊക്കെ പറയുന്ന കുറേ നരാധമന്മാരുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നിലയ്ക്ക് നിർത്താം എന്നുള്ളതും കൂടെ ഈ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് വിളിക്കും, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് ചേച്ചി, കാരണം എൻ്റെ ഭർത്താവ്, എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എത്രയോ വീഡിയോ ഞാൻ ചെയ്ത സമയത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർ പറയാം, ചേച്ചി ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്, എനിക്കൊരു ആണും ഒരു പെണ്ണുമാണ്, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലല്ല താമസിക്കുന്നത്, എൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ എൻ്റെ ഭർത്താവാണെച്ചാൽ മുഴു കുടിയനാണ്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കുട്ടികളെ കാണാൻ വരാറുള്ളൂ. അവർക്ക് ആഴ്ചയിൽ എന്തെങ്കിലും കൊടുക്കും, 500 200 കൊടുക്കും. അതുവരെ ഒരു പെണ്ണിന് വേണ്ട കാര്യങ്ങളൊന്നും ഭർത്താവ് ചെയ്യും. അതുപോലെ ചെലവിന് തരില്ല, കടങ്ങളുണ്ട് അതിലേക്കും പൈസ തരില്ല. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ സ്കൂൾ ഫീസായാലും കാര്യങ്ങളായാലും ഒരുപാട് നേരം പറയണം ചേച്ചി, എന്നാലേ ആൾ തരുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുക? പിന്നെ പറയും അവർ, പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തണേ ചേച്ചി, ഞാൻ അവരുടെ കൂടെ പോയില്ലെങ്കിൽ അയാൾ ചാകും, പിന്നെ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല, നിന്നെയും കൊല്ലും എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? ശരിക്കും കച്ചിട്ട് തുപ്പാനും പറ്റില്ല, മതിലിച്ചിട്ട് ഇറക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ചേച്ചി. എനിക്ക് ഇയാളെ വിട്ട് പോകാനും കഴിയില്ല. കാരണം ഇയാൾ ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലുകൾ കൊണ്ട് എന്നെ അങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. കുറച്ച് ദിവസം നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം വന്നിട്ട് അയാൾ എന്നോട് വന്ന് ഇങ്ങനെ ബ്ലാക്ക് മെയിലായിട്ട് പറയും, നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല, നിന്നെ ഞാൻ കൊല്ലും, നിന്നെയും കൊല്ലും, ഞാനും ചാവും, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ജീവിക്കുന്നതെന്ന്. ഇത് എന്നോട് തുറന്നു പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അവൾ പറയുന്നത്, എനിക്ക് മനസ്സ് മടുത്തു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നു തോന്നുന്നില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് എൻ്റെ പ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന കമൻസുകൾ ഇവിടെ ഇടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അങ്ങനെയെങ്കിലും കമൻസ് വായിച്ച് പാവങ്ങൾ എത്ര പേർക്കെങ്കിലും കുറച്ച് ചെറിയൊരു ആശ്വാസം കിട്ടുവാണെങ്കിലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള നരാധമന്മാരെ വിട്ടുവീഴ്ചയില്ലാതെ അവരുടേതായ രീതിയിൽ അവരെ പുറം ലോകം കാണാതെ ജയിലിൽ അടയ്ക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ അതുല്യ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നതിലും നുണയാണ്. അസല് നുണയാണ്. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നീടുള്ള വഴി പറയുന്നതായിരിക്കും. നമ്മൾ സത്യം അറിയാതെ ഒരാളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.